ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ ജേർണീൻ്റെ സ്റ്റാർട്ടിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന്. എനിക്ക് തോന്നുന്നു ഇതൊരു 5-10 പേരോ കണ്ടെങ്കിൽ കണ്ടു, അത്രയേ ഉള്ളൂ. ആൻഡ് മലയാളികളെ കിട്ടാൻ വേണ്ടി നല്ല പണിയാണ്. ബട്ട് എനിക്കെന്തോ മലയാളം ഓഡിയൻസിനെ തന്നെ വേണം എന്നൊരു നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോസൊക്കെ കൂടുതലും മലയാളത്തിൽ തന്നെ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അന്ന സാബു മോൻ. എന്നെ അടുത്തറിയുന്നവരെല്ലാം എന്നെ സാവുമോനെ സാവുമോനെ എന്ന് വിളിക്കും. അതെൻ്റെ അപ്പൻ്റെ പേരാണ്. എന്നുവെച്ചാൽ ഞാൻ ആ പേരിലാണ് കൂടുതലും സ്കൂളിലൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഞാനിപ്പം 12th പാസ് ഔട്ടാണ്. അടുത്തതിന് എന്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വഴിയേ ഉള്ള കാര്യങ്ങളാണ്. സോ അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഞാൻ താമസിക്കുന്നത് കണ്ണൂരാണ്, കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു യൂട്യൂബിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ഒക്കെയുള്ള ഞാനിപ്പം യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഒരു 3-4-5 മാസം ആവാനായി തോന്നുന്നു. ഒരു മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഒരു 4 മാസത്തോളം എന്തോ ആയി. ഞാനൊരു ഫെബ്രുവരി ടൈമിലൊക്കെ ആയിരുന്നു ഇടാൻ തുടങ്ങിയത്. ആൻഡ് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം ഇതുവരെ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആൻഡ് ഇവിടെ എന്തെങ്കിലും ഒന്ന് ആവണമെങ്കിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട്. ചിലപ്പോൾ ഒരു 5-6 വർഷം പിടിക്കും യൂട്യൂബിലൊന്ന് പച്ച പിടിക്കണം എന്നുണ്ടെങ്കിൽ. ആൻഡ് എനിക്കതിൻ്റെ അൽഗോരിതവും കാര്യങ്ങളൊന്നും വലിയ വശമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ളൊരു വിശ്വാസത്തിന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം വിട്ടുകൊടുക്കുക എന്നാണല്ലോ നമ്മളെല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ വിട്ടുകൊടുക്കാതെ ചിലപ്പം പരിശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര വലിയ പ്രശ്നം എന്നാണെങ്കിലും അത് നടക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും എൻ്റെ കോണ്ടൻറ്റ് ക്രിയേഷൻ ജേർണീൻ്റെ സ്റ്റാർട്ടിങ്ങിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഒരുപാട് യൂട്യൂബ് ചാനൽ ഇതിനു മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും പകുതി വഴിക്ക് വെച്ച് നിർത്തിപ്പോയതല്ലാതെ ഒന്നും ഒരു സക്സസ്സിലെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ ടൈപ്പിലുള്ള കോണ്ടൻറ്റ്സും ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങാം. അതിലിപ്പം കുക്കിംഗ് ആയിക്കോട്ടെ, സ്കിൻ കെയർ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം ഒറ്റ ചാനലിൽ. കാരണം എനിക്ക് തോന്നുന്നതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. കാരണം ഇന്ന കണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാനെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ലിമിറ്റഡ് ആയിരിക്കും. സോ ഞാൻ കരുതി എല്ലാം കൂടി ആകുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും ഒരു പെർഫെക്റ്റ് വേ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എല്ലാ രീതിയിലുള്ള കോണ്ടൻറ്റ്സും ഇവിടെ ഇട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായി. ആൻഡ് ഒബിയസ്ലി ഒരു 88 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കറൻ്റ് എനിക്കുള്ളൂ. ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. അത്യാവശ്യം വാച്ച് അവറൊന്നും കയറുന്നില്ലെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല കോണ്ടൻറ്റ്സ് ഒക്കെ ആളുകളിലേക്ക് എത്തിക്കണം, കുറച്ചും കൂടെ വൈഡർ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ നിരന്തരമായിട്ട് കോണ്ടൻറ്റ്സ് ഇട്ടുണ്ടെങ്കിൽ. കാരണം യൂട്യൂബിൽ ഒരിക്കലും ആർക്കും ചാടിക്കറി പച്ച പിടിക്കാൻ പറ്റുന്ന ഒരു ആപ്പല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. സോ എനിക്കതിനെ പറ്റി നല്ലപോലെ അറിയാം. ആൻഡ് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റൂ. ആൻഡ് എൻ്റെ പരിശ്രമത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്നോണം ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഷോർട്സ് ഡെയിലി തന്നെ പറ്റുന്ന പോലെ ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. ലോങ് വീഡിയോ ഇടുന്നത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സോറി, ഒരു മെസ്സേജ് വന്നാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അത്യാവശ്യം ഒരു ക്യാമറയൊന്നും ഷൂട്ട് ചെയ്യില്ല. ഞാൻ ഒരിക്കലും അതൊരു നെഗറ്റീവ് വശത്ത് പറയുന്നില്ല. കാരണം ഈ ഒരുപാട് ആളുകൾ നല്ലൊരു ക്യാമറയൊന്നും ഇല്ലാതെ യൂട്യൂബ് തുടങ്ങുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാനിപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാബിലാണ്. എൻ്റെ ഫോണിനേക്കാളും കമ്പാരിറ്റീവ്ലി നല്ല ക്യാമറ എന്ന് പറയുന്നത് ടാബിൻ്റെയാണ്. ആൻഡ് അതുപോലെ തന്നെ ഞാനിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെ കുറേ ആയി പോകുന്നതാണ് മെയിൻ പ്രശ്നം. അതാണ് എനിക്ക് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. എനിക്കിതൊരു 8 മിനിറ്റിൽ ഒതുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. പിന്നെ എൻ്റെ ഫോണിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പം എനിക്കിത് തുറക്കാൻ കൂടി പറ്റത്തില്ല. ഒടുക്കത്തെ സ്റ്റോറേജാണ്. ആൻഡ് ഭയങ്കരമായിട്ട് ഹാങ് ആയി പോകുന്നുണ്ട്. ഞാൻ ഫോണിൽ ഒരു പരിപാടിയും ചെയ്യാറില്ല. യൂട്യൂബിൻ്റെ ഫുൾ കാര്യങ്ങൾ, വീഡിയോ ഷൂട്ടിംഗ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ ഫോണിലാണ് ചെയ്യാറുള്ളത്. ആൻഡ് സപ്പോർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. എൻ്റെ അമ്മ ചില സമയത്ത് ചില വീഡിയോ ഒക്കെ ഇടുമ്പം എന്നെ വന്നിട്ട് എന്താ ഇത് നാട്ടുകാരാണെന്നാണ് അത് മീൻസ് നമ്മൾ ആ ഒരു നാട്ടിൻപുറം അങ്ങനത്തെ ഒരു പ്രദേശത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നാട്ടുകാർ കാണും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ആ ഒരു തോട്ട് പെർട്ടിക്കുലർലി എല്ലാവർക്കും ഉണ്ടാകും. അപ്പം നമുക്ക് അവരെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അത് ഇവനിപ്പം എനിക്കും ഉണ്ട്. ആൾക്കാർ കാണും, എന്ത് വിചാരിക്കും. പക്ഷെ അങ്ങനെ തന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം പല കാര്യങ്ങളും നമ്മൾ ചെയ്യൂല. നമ്മൾ
ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഒതുങ്ങിയിരിക്കും. അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുമെന്ന് അപ്പുറമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യുക. ആൻഡ് നമ്മൾ ഒരു സക്സസ്സിൽ എത്തുന്ന വരെയുള്ളൂ ബാക്കിയുള്ളവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് യു വിൽ ബി ലൈക്ക്, ഓ ആ കൊച്ചിനെ എനിക്കറിയായിരുന്നു, ഈ നല്ലൊരു കൊച്ചായിരുന്നു, യുനോ. അപ്പം ഇഫ് യു നോ ഓക്കെ, അതാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും എത്തുന്ന നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കണ്ടിന്യൂ വാട്ട് യു ആർ ഡൂയിങ്. ആൻഡ് ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം പുറത്തൊക്കെ പോയി ഇങ്ങനെ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ആൻഡ് ഫോണാണ് മെയിൻ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ഫോൺ സെറ്റായിരിക്കും. അങ്ങനെ ഒരു എൻ്റെ അപ്പൻ്റെ അടുത്ത് ട്രൈപോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അടിച്ച് മാറ്റി അതിൻ്റെ 4 കാലും തല്ലി ഒടിച്ച് ഒരു പരിവാക്കി. പിന്നെ അപ്പൻ്റെ അടുത്തുനിന്ന് ഒരു ലൈറ്റൊക്കെ മുട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊരു ലൈറ്റ് ഉണ്ട് അത്യാവശ്യം. അങ്ങനെ പോകുന്നു. ആൻഡ് എനിക്കൊരു കോണ്ടൻറ്റ് ചെയ്യാന്ന് പറയുമ്പം അതൊരിക്കലും എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള ഔട്ട്പുട്ട്സ് ആയിരിക്കണം പുറത്ത് വരാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരിക്കലും ഒരാളുടെ കോണ്ടൻറ്റ് കോപ്പി അടിച്ചിട്ട് ഇറക്കുന്ന പരിപാടി എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ എൻ്റേതായ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരും, പുതിയ രീതിയിലുള്ള കോണ്ടൻറ്റ്സ് കൊണ്ടുവരിക. എനിക്ക് റാൻഡമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ചില കോണ്ടൻറ്റ്സ് ഒക്കെ തോന്നും, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടം. എനിക്കൊരിക്കലും ഇന്ന ആൾക്കാരുടെ രീതികൾ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ ചെയ്യണം, ഇവർ ചെയ്യുന്ന പോലെ ചെയ്യണം, ഇവരെ പോലെ ആകണം എന്നുള്ളൊരു തോട്ട് എനിക്കില്ല. എനിക്ക് എന്നെ പോലെ ആവണം. മീൻസ് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഒരു പുതിയ ഐഡൻറ്റിറ്റി വേണം എന്നുള്ളൊരു സാധനമേ എനിക്കുള്ളൂ. എനിക്ക് ആരെ കോപ്പി അടിക്കുന്നതിലോ അല്ലെങ്കിൽ ആരെ പോലെയോ ആകുന്നതിലോ എനിക്ക് ഒട്ടും, ഞാൻ ആ ഒരു കോൺസെപ്റ്റിനോട് യോജിക്കുന്നില്ല. ഇന്നയാളെ കണ്ടുപിടിക്കുക, ഇതുപോലെ ആവണം നീ, ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മീൻസ് അത് ഒരിക്കലും നമ്മൾ എടുത്ത് കളയേണ്ട ഒരു സാധനമാണ്. നമ്മൾ നമ്മളെപ്പോലെ ആയിരിക്കണം, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു എംപയർ തന്നെ ബിൽഡ് ചെയ്യണം. സോ അതിൻ്റെ ഒരു പരിശ്രമത്തിൽ തന്നെയാണ് ഞാനും. എനിക്ക് ആരെ പോലെ ആവണ്ട, എനിക്ക് എന്നെ പോലെ ആവണം, ഞാൻ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ആ ഒരു സാധനമാണ് എനിക്കുള്ളത്. ആൻഡ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു സാധനമുണ്ട്, മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു സിഗ്നേച്ചർ ഈ ഒരു വേൾഡിന് കൊടുത്തിട്ട് മരിക്കണം. ഇനി ഇതൊക്കെ ഞാനിങ്ങനെ പറയുന്നെങ്കിലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ആൻഡ് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണല്ലോ. പുള്ളിക്കൊരു സംഭവം ഉണ്ടല്ലോ ഓരോരുത്തരെ പറ്റിയിട്ട്, എന്താവണം എങ്ങനെയാവണം എന്നൊക്കെയല്ലേ. ആൻഡ് നമ്മൾ മാക്സിമം നമ്മളുടെ കൊടുക്കുക, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. ആൻഡ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ, എനിക്ക് അത്രയ്ക്കും തലയ്ക്ക് പ്രാന്തിടിച്ചൊരു സാധനമാണ് കോണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിനുള്ള സപ്പോർട്ടൊന്നും ആരും തന്നില്ലെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ കാര്യങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കി ഒരു കാര്യത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സ്റ്റക്കാവത്തേ ഉള്ളൂ. നമ്മൾ നമ്മളുടേതായിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത് തന്നെ മുൻപോട്ട് പോവുക, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്തിച്ചേരും എന്നുള്ളതൊരു എന്താ പറയേണ്ട ഒരു ട്രൂത്താണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ നിങ്ങൾക്കും കുറേ മോട്ടിവേഷൻ തന്നു, ഞാൻ എനിക്കും കുറേ മോട്ടിവേഷൻ തന്നു. ആൻഡ് എൻ്റെ മലയാളം ഓഡിയൻസിലേക്ക് എത്തുന്നോളം വരെ ഞാൻ ഈ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ കോണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ലൊരു കോണ്ടൻറ്റ് എനിക്ക് തരാൻ പറ്റും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. എന്തായാലും കോണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വളവള എന്ന് പറഞ്ഞതിൽ വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഒരു എംപയർ ബിൽഡ് ചെയ്യുന്ന ഒരു പരിശ്രമത്തിൽ തന്നെയായിരിക്കും ഞാൻ ഇനി മുൻപോട്ട് തന്നെ പോകും. സോ എൻ്റെ കോണ്ടൻറ്റ് ക്രിയേഷൻ ജേർണി ഇവിടെ ആരംഭിക്കുകയാണ്. ആൻഡ് ഇതിനൊരു അന്ത്യം ഉണ്ടാവുന്നതല്ല. അൺടിൽ വൺ ഡേ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ, അതുവരേക്കും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉദ്ദേശിച്ചില്ലെങ്കിലും എന്തൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ സൈനിങ് ഓഫ് ഫ്രം അന്ന ആൻഡ് യു വാച്ചിങ് മേരാ യൂട്യൂബ് ചാനൽ. ഞാൻ പണ്ടത്തെ ഇൻട്രോയിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. സോ ബൈ.